വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ്. ശ്രീ ശങ്കരാചാര്യരാണ്. അദ്ദേഹത്തിന്റെ ജനന സ്ഥലം, അദ്ദേഹത്തിന്റെ കൃതികള്, അദ്ദേഹം എന്താ പറയാ സ്ഥാപിച്ചിട്ടുള്ള മഠങ്ങള്, അതൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്നാണ് നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ ജനിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്നാണ്? എ ഡി 788 മുതൽ 820 വരെയാണ് ശ്രീ ശങ്കരാചാര്യരുടെ കാലഘട്ടം. കാലഘട്ടം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ എല്ലാവരും. എ ഡി 788 മുതൽ 820 വരെയുള്ള കാലഘട്ടത്തിൽ കുലശേഖരന്മാരുടെ കാലഘട്ടത്താണ് ആര് ജീവിച്ചിരുന്നത്? ശ്രീ ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കാലടിയാണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതിന്റെ ഉത്തരം അറിയാം അല്ലെ. ജന്മസ്ഥലം കാലടിയാണ്. ആലുവയിൽ പെരിയാറിന്റെ തീരത്താണ് കാലടി. അദ്ദേഹത്തിന്റെ പിതാവ് ശിവഗുരു, മാതാവ് ആര്യാമ്പ. അപ്പൊ ശിവഗുരുവിന്റെയും ആര്യാമ്പയുടെയും മകനായി എ ഡി 788 പെരിയാറിന്റെ തീരത്തുള്ള കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യർ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗഡ പാദർ എന്നാണ്. എന്താണ്? ഗൗഡ പാദർ എന്നാണ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര്. അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന തത്വം അല്ലെങ്കിൽ ദർശനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈതം അല്ലെങ്കിൽ അദ്വൈത ദർശനം എന്ന് നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം ഏത് തത്വമാണ്, ഏത് പോളിസിയാണ് ഫോളോ ചെയ്തിരുന്നത്? അദ്വൈത തത്വമാണ് ഫോളോ ചെയ്തിരുന്നത്. എന്താണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനം? അദ്വൈതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമാണ്. അപ്പൊ ഉപനിഷത്തും ഭഗവത്ഗീതയും അടിസ്ഥാനമായ അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിരുന്ന വ്യക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയും? ശ്രീ ശങ്കരാചാര്യരുടെ പേര് പറയും. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്വൈത ദർശനമാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്തിലാണ്? അദ്വൈത ദർശനത്തിലാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശ്രീ ശങ്കരാചാര്യര് ഇന്ത്യയില് 4 ഭാഗങ്ങളിലായിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് അദ്ദേഹം മഠങ്ങൾ സ്ഥാപിച്ചത് എന്ന് നമ്മൾ കാണാതെ പഠിക്കണം വേണം. അപ്പൊ അദ്ദേഹം കിഴക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? കിഴക്ക് ഒഡീഷയിലെ പുരിയിലാണ് അദ്ദേഹം ഒരു മഠം സ്ഥാപിക്കുന്നത്. ആ മഠത്തിന്റെ പേര് ഗോവർദ്ധന മഠം എന്നാണ്. ശ്രീ ശങ്കരാചാര്യർ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി ഒഡീഷയിലെ പുരിയിൽ സ്ഥാപിച്ച മഠത്തിന്റെ പേര് ഗോവർദ്ധന മഠം എന്നാണ്. അടുത്തത് പുരിയുടെ പ്രത്യേകത അറിയാലോ. രഥോത്സവത്തിന് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഒറീസയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അടുത്തത് പടിഞ്ഞാറ് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് പഠിക്കുമ്പോ ഇനി പടിഞ്ഞാറ് ഭാഗത്തും അദ്ദേഹം ഒരു മഠം സ്ഥാപിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് ഗുജറാത്തിലാണ് അദ്ദേഹം മഠം സ്ഥാപിച്ചത്. ഗുജറാത്തിലെ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്താണ്. മഠത്തിന്റെ പേര് ശാരദാ മഠം എന്നാണ്. അപ്പൊ പടിഞ്ഞാറ് ഗുജറാത്തിൽ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത് ശാരദാ മഠവും സ്ഥാപിക്കുന്നു. അടുത്തത് തെക്ക് ഭാഗത്ത് എവിടെയാണ് മഠം സ്ഥാപിച്ചത്? തെക്ക് കർണാടകയിലാണ് മഠം സ്ഥാപിക്കുന്നത്. തെക്ക് കർണാടകയിൽ ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠത്തിനെ ശൃംഗേരി മഠം എന്ന് വിളിക്കുന്നു. തെക്ക് കർണാടകയിൽ സ്ഥാപിച്ച മഠം ശൃംഗേരി മഠമാണ്. വടക്ക് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിൽ, വടക്കു ഭാഗത്ത്, ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിൽ അദ്ദേഹം ജ്യോതിർമഠം സ്ഥാപിക്കുന്നു. എന്താണ്? ജ്യോതിർമഠം സ്ഥാപിക്കുന്നു. അപ്പൊ കിഴക്ക് ഒഡീഷയിലെ പുരിയിൽ ഗോവർദ്ധന മഠവും പടിഞ്ഞാറ് ഗുജറാത്തിലെ ദ്വാരകയിൽ ശാരദാ മഠവും തെക്ക് കർണാടകത്തിലെ ശൃംഗേരി മഠവും വടക്ക് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിൽ ജ്യോതിർമഠവും ആര് സ്ഥാപിച്ച മഠങ്ങളാണ്? ഇന്ത്യയിലെ 4 ദിക്കുകളിലായിട്ട് ശ്രീ ശങ്കരാചാര്യര് സ്ഥാപിച്ച മഠങ്ങളാണ് കേട്ടോ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ വേദങ്ങൾ പഠിപ്പിക്കാനായിട്ട് കിഴക്ക് എന്ത് വേദ പഠിപ്പിച്ചിരുന്നത്? ഋഗ്വേദം. പടിഞ്ഞാറ് ഗുജറാത്തിലെ ദ്വാരകയില് ശാരദാ മഠത്തിലെ സാമവേദം. അതുപോലെ തെക്ക് കർണാടകത്തിലെ ശൃംഗേരിയില് ഋഗ്വേദം. അതുപോലെ തന്നെ വടക്ക് ഉത്തരാഖണ്ഡിലെ ബദരീനാഥില്
അഥർവവേദം തുടങ്ങിയവയാണ് പഠിപ്പിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ വേദങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതും ഒരു ലക്ഷ്യമായിരുന്നു ഈ മഠം സ്ഥാപിക്കുമ്പോൾ. ഇനി കേരളത്തില് അദ്ദേഹം മഠങ്ങൾ 4 സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെയാ അദ്ദേഹം മഠങ്ങൾ സ്ഥാപിച്ചു വെച്ചാൽ 4 മഠവും സ്ഥാപിച്ചത് തൃശ്ശൂരാണ്. വടക്കേ മഠം, തെക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം എന്നൊക്കെയാണ് ആ മഠത്തിന്റെ പേരുകൾ. കേരളത്തിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച, തൃശൂർ ജില്ലയിൽ സ്ഥാപിച്ച 4 മഠങ്ങൾ വടക്കേ മഠം, തെക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം തുടങ്ങിയവയാണ്. തൃശ്ശൂരാണെന്നും ഓർത്തു വെക്കാം. ഇനി എതിരാളികള്, ശങ്കരാചാര്യന്റെ എതിരാളികള് ശ്രീ ശങ്കരാചാര്യരെ പ്രച്ഛന്ന ബുദ്ധൻ എന്നാത്രേ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ്? ശങ്കരാചാര്യരെയാണ്. ഹിന്ദുമത നവോത്ഥാനത്തിന്റെ കാരണക്കാരൻ എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? ശങ്കരാചാര്യർ തന്നെയാണ്. അപ്പോ പ്രച്ഛന്ന ബുദ്ധൻ എന്നും ഹിന്ദുമത നവോത്ഥാനത്തിന്റെ കാരണക്കാരൻ എന്നും അറിയപ്പെടുന്ന വ്യക്തി ശങ്കരാചാര്യരാണ്. ഇനി ശങ്കരാചാര്യരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികൾ നമ്മൾ ഓർത്തു വെക്കണം. സൗന്ദര്യ ലഹരി, കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അല്ലെ. സൗന്ദര്യ ലഹരി, വിവേക ചൂടാമണി, യോഗ താരാവലി, ശിവാനന്ദ ലഹരി, ആത്മബോധം, ബ്രഹ്മസൂത്ര ഭാഷ്യ തുടങ്ങിയവ ശ്രീ ശങ്കരാചാര്യരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. സൗന്ദര്യ ലഹരി, വിവേക ചൂടാമണി, യോഗധാരാവലി, ശിവാനന്ദ ലഹരി, ആത്മബോധം, ബ്രഹ്മസൂത്ര ഭാഷ്യ തുടങ്ങിയവ ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ശങ്കരാചാര്യരെ എന്ത് വിളിച്ചിരുന്നു എതിരാളികളെ? പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ചിരുന്നു. ഹിന്ദുമതത്തിലെ നവോത്ഥാനത്തിന്റെ കാരണക്കാരൻ എന്നറിയപ്പെടുന്നതും ശങ്കരാചാര്യരാണ്. തൃശ്ശൂർ ജില്ലയിൽ വടക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം, തെക്കേ മഠം എന്നീ 4 മഠങ്ങളും, അതുപോലെ തന്നെ ഇന്ത്യയിൽ വടക്കു ഭാഗത്ത് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിൽ ജ്യോതിർമഠവും, തെക്ക് ഭാഗത്ത് കർണാടകത്തിലെ ശൃംഗേരി മഠവും, പടിഞ്ഞാറ് ഗുജറാത്തിൽ ദ്വാരകയിലെ ശാരദാ മഠവും, കിഴക്ക് ഒറീസയിലെ അല്ലെങ്കിൽ ഒഡീഷയിലെ പുരിയിൽ ഗോവർദ്ധന മഠവും സ്ഥാപിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ്. അദ്ദേഹം കുലശേഖരന്മാർ കേരളം ഭരിക്കുമ്പോൾ AD 788 മുതൽ 820 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് അദ്വൈത ദർശനമായിരുന്നു, അല്ലെങ്കിൽ അദ്വൈതമായിരുന്നു. അദ്വൈതത്തിന്റെ അടിസ്ഥാനം ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമാണ്. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കുന്നതും ഇതിനെ തന്നെയാണ്, അദ്വൈത ദർശനത്തെയാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? നമ്മുടെ പെരിയാറിന്റെ തീരത്തുള്ള കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത്രയാണ് ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട വളരെ നമ്മൾ പലതും വിട്ടുപോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ലോങ് വീഡിയോസ് വേറെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, നിങ്ങൾ അതും കണ്ടു നോക്കൂ. കണ്ടിട്ട് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.